കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 1964 പിളർപ്പ് ദുരന്തമാണെന്നും ആ പിളർപ്പിലുണ്ടായ CPM പിന്നീട് 32 പാർട്ടികളായി മാറിയെന്നുമാണ് പന്ന്യൻ രവീന്ദ്രൻ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. തുടർന്നുള്ള പിളർപ്പുകൾക്ക് മാതൃകയായ ആ ദുരന്തത്തിന് 50 വർഷം തികയുകയാണ്. പിളർപ്പിന് ശേഷം 1967 CPIയും CPMും സർക്കാർ രൂപീകരണത്തിൽ ഒന്നിച്ചെങ്കിലും CPI നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിൽ സഖ്യം തകർന്നുവെന്നും പന്ന്യൻ ലേഖനത്തിൽ വിമർശിക്കുന്നു. ഇതിന് മറുപടിയായാണ് VV ദക്ഷിണാമൂർത്തിയുടെ ലേഖനം. 1903 റഷ്യയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയിൽ നിന്ന് പിളർന്നുപോയി ബോൾഷെവിക്കുകൾ റഷ്യയിൽ വിപ്ലവം സാധ്യമാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് പിളർപ്പിനെ VV ദക്ഷിണാമൂർത്തി പ്രകീർത്തിക്കുന്നത്. 64 പിളർപ്പ് ദുരന്തമല്ല. പിളർപ്പുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങൾ മുറുകെ പിടിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടി ഉണ്ടാകുമായിരുന്നില്ല. അതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. 1969 സപ്തകക്ഷി മുന്നണി തകർന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് EMSന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് മറുപടി. 57 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തകർക്കാൻ കോൺഗ്രസ് വ്യാജ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയതുപോലെ 69 CPMനെ മോശമായി ചിത്രീകരിക്കാൻ CPI കോൺഗ്രസ് സഹായത്തോടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. 75ാം വാർഷികവും 100ാം വാർഷികവും ഒരുമിച്ചോ വേറിട്ടോ ആഘോഷിക്കാം. പക്ഷേ CPM രൂപീകരിച്ചതിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നതിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ വിമർശിക്കേണ്ടതില്ലെന്ന് പറഞ്ഞാണ് ലേഖനം അവസാനിക്കുന്നത്. മീഡിയ വൺ, തിരുവനന്തപുരം.